Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the story Hills Like White Elephants by Ernest Hemingway. FIUGP's first semester, Calcutta University, English Language Skills for Commerce and Management. Short answer questions are 2 or 3 sentences. What is the significance of the title Hills Like White Elephants? അപ്പോൾ ഈ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, പ്രസക്തി എന്താണ്? ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ് എന്ന് പറഞ്ഞിട്ടില്ല. ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഈസ് സിഗ്നിഫിക്കൻറ്റ്. വൈറ്റ് എലഫൻറ്റ് സിംബലൈസസ് സംതിങ് നോ വൺ വാണ്ട്സ്. ഇൻ ദി സ്റ്റോറി ദ ഗേൾസ് അൺബോൺ ചൈൽഡ്. അപ്പോൾ ഈ ഒരു ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രസക്തിയുള്ള ഒന്നാണ്. ഈ വൈറ്റ് എലഫൻറ്റ് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? അതായത് ആർക്കും വേണ്ടാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഈ നമ്മുടെ സ്റ്റോറിയിൽ അത് ആ പെൺകുട്ടിയുടെ അൺബോൺ ചൈൽഡിനെയാണ് ഇതിൽ സിംബലൈസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി. ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻറ്റ് എന്നുള്ളതിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ഈസ് എ ട്രെയിൻ സ്റ്റേഷൻ ഇൻ ദ വാലി ഓഫ് ദ ഇബ്രോ ഇൻ സ്പെയിൻ ഡ്യൂറിങ് ദ 1920s. 1920s സ്പെയിനിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ഒരു ട്രെയിൻ സ്റ്റേഷനാണ് ഇതിൻ്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ തീംസ് പ്രസൻറ്റഡ് ഇൻ ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്? ഈ ഒരു സ്റ്റോറിയിൽ ഉള്ള മെയിൻ തീം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ടോക്കിംഗ് വേഴ്സസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഈസ് ദ മേജർ തീം ഓഫ് ദ സ്റ്റോറി ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്. ബോത്ത് ടോക്ക് ബട്ട് നീദർ ലിസൺ ഓർ അണ്ടർസ്റ്റാൻഡ് ദ അതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ടോക്കിംഗ് വേഴ്സസ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ തീമായിട്ട് വരുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയും, രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് പക്ഷേ ലിസൺ ചെയ്യുന്നില്ല. അതായത് ആ പെൺകുട്ടി പറയുന്നത് ഈ ഒരു വൈറ്റ് മാൻ ലിസൺ ചെയ്യുന്നില്ല. അവിടെ ടോക്കിംഗ് നടക്കുന്നുണ്ട് പക്ഷേ ആശയവിനിമയം നടക്കുന്നില്ല. അതുപോലെ മറ്റൊരാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. ഹൗ ഡസ് ഹെമിംഗ്വേ യൂസ് ഡയലോഗ് ടു എൻഹാൻസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ ടെൻഷൻ വർദ്ധിപ്പിക്കാൻ ഹെമിംഗ്വേ എങ്ങനെയാണ് ഡയലോഗ്സ് യൂസ് ചെയ്തിരിക്കുന്നത്? ഹെമിംഗ്വേ യൂസസ് ഡയലോഗ് ഇൻ ദ സ്റ്റോറി ടു എൻഹാൻസ് ടെൻഷൻ ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ഇൻ സെവറൽ വേയ്സ്. ചില രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹെമിംഗ്വേ ഈ ഒരു ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ ടെൻഷൻ വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ഏതൊക്കെ രീതികളാണെന്ന് നോക്കാം. ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ഇൻ ഷോർട്ട് സെൻറ്റൻസസ്. ആദ്യം ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ ഷോർട്ട് സെൻറ്റൻസസ് ആണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു വ്യക്തത വരുന്നില്ല, അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഈ അവോയ്ഡ്സ് യൂസിങ് ഡയലോഗ്സ് ടാഗ്സ് ആൻഡ് അവോയ്ഡ് യൂസിങ് ഇൻറ്റേർണൽ മോണോലോഗ്സ്. അതുപോലെ ഇൻറ്റേർണൽ മോണോലോഗ്സ്, ഡയലോഗ് ടാഗ്സ് ഒക്കെ അദ്ദേഹം ഇതിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ മോണോലോഗ് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ സ്വയം സംസാരിക്കുന്നത്. ദ മെയിൻ ക്യാരക്ടേഴ്സ് അവോയ്ഡ് സ്പീക്കിംഗ് ഓപ്പൺലി വിത്ത് ഈച്ച് അതർ. അതുപോലെ ഈ ക്യാരക്ടേഴ്സ് ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല പരസ്പരം. അതൊക്കെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ അമേരിക്കൻ മാൻ വാണ്ട്സ് ഹിസ് ലവർ ടു ഹാവ് ആൻ അബോർഷൻ ബട്ട് ഹി നെവർ സേസ് ദിസ് ലൗഡ്. അതായത് ഈ അമേരിക്കൻ മാൻ ആ പെൺകുട്ടിയോട് അബോർഷനെ കുറിച്ചിട്ട് അബോർഷൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് ലൗഡായിട്ട് വ്യക്തമായിട്ട് പറയുന്നില്ല. ഷോർട്ട് സെൻറ്റൻസസ് ആയിട്ട് മുറിഞ്ഞാണ്, ഒരു വ്യക്തത ഇല്ലാതെയാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ വൈറ്റ് എലഫൻറ്റ് മീൻ ആൻഡ് ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു ദ സ്റ്റോറി? ഈ ഒരു വൈറ്റ് എലഫൻറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? വൈറ്റ് എലഫൻറ്റ് മീൻസ് സംതിങ് ദാറ്റ് എ പേഴ്സൺ ഹാസ് ബട്ട് വാണ്ട്സ് ടു ഗെറ്റ് റിഡ് ഓഫ് ഈവൻ ഗ്രേറ്റ് എക്സ്പെൻസ്. വൈറ്റ് എലഫൻറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് എന്തോ ഒന്ന് അവർക്കുണ്ട്, അവർക്ക് അവകാശപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇൻ ദ സ്റ്റോറി വൈറ്റ് എലഫൻറ്റ് ഈസ് എ സിംബൽ ദാറ്റ് റെപ്രസെൻറ്റ് ദ മാൻസ് വ്യൂ ഓഫ് ദ പ്രഗ്നൻസി ആൻഡ് ദ കപ്പിൾസ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ ദി സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ വൈറ്റ് എലഫൻറ്റ് സിംബലൈസ് ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ അൺബോൺ ചൈൽഡിനെയാണ്. അതായത് അവർ ഈ ഒരു വൈറ്റ് മാൻ്റെ ആ ഒരു